ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലർ, ആരാണ് ഈ ചിലർ? ഹൃദയം കഠിനമാക്കി എന്ത് വന്നാലും ഞാൻ ഗുണപ്പെടത്തില്ലെന്ന് പറഞ്ഞ് കേൾക്കുന്ന വചനത്തിനെതിരായിട്ട് ജീവിച്ച് ദൈവദാസന്മാരെ ചീത്ത വിളിച്ച് അവരോട് ഫോഷ്ക്ക് പറഞ്ഞ് ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമാന്ന് പറഞ്ഞ് ജീവിക്കുന്ന, അങ്ങനെ ഹൃദയത്തെ കഠിനമാക്കുന്നവരോട് ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. 2000 പറഞ്ഞു കർത്താവ് വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു, കർത്താവ് വന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ആൾക്കാർ വിചാരിച്ചു ഇനി കർത്താവ് വരാനൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ഇനി വരാനൊന്നും പോകുന്നില്ല. ഇത് കള്ളത്തരമാണെന്ന് പറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ടാണ് വരാത്തത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. എൻ്റെ കർത്താവ് രണ്ടാമത് ഭൂപ്രവേശനം ചെയ്യാത്തത് അറിഞ്ഞുകൊണ്ട് വരാതിരിക്കുക. അതിൻ്റെ കാരണം എന്താ? അവൻ്റെ സ്നേഹം കൊണ്ട് വരാതിരിക്കുക. ആരോടുള്ള സ്നേഹം? എന്നോടും നിന്നോടുമുള്ള സ്നേഹം കൊണ്ട് വരാതിരിക്കുക. സ്തോത്രം. ഇന്ന് വന്നതായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് പാപികൾ നരകത്തിൽ പോയേനെ. പക്ഷെ ഒരു ദിവസം കൂടെ കൊടുത്തപ്പോൾ ആരാണ്ടൊക്കെയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നൊരു ദിവസം മാനസാന്തരപ്പെട്ടിട്ടുണ്ട് ഈ ഉലകത്തിൽ. അപ്പോൾ ദൈവം വരാൻ താമസിക്കുന്നത് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് നിനക്ക് തരുന്നൊരു സാധ്യതയാണ്. ഈ സാധ്യതയെ നിങ്ങൾ മുതലെടുക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഈ സാധ്യതയെ നിങ്ങൾ അവകാശമാക്കുക. ഈ സാധ്യതയ്ക്കകത്ത് നിന്ന് മാനസാന്തരപ്പെടുക. ഒരു ഹല്ലേലൂയ പറ. അപ്പോൾ ഇന്ന് നിന്റെ ജീവിതം എന്താണെങ്കിലും, പാപം എത്ര കടുഞ്ചുവപ്പുള്ളതായാലും ശരി, നിനക്കൊന്ന് മാനസാന്തരപ്പെട്ട് തിരിയാൻ നീ മനസ്സ് കാണിച്ചാൽ കർത്താവ് വരുമ്പോൾ അവൻ്റെ കൂടെ എടുക്കപ്പെടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അത് പറയുകയാണ്, അവൻ തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചു. കണ്ടോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര നല്ല കർത്താവാണ്! എല്ലാവരും, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നാണ് എൻ്റെ യേശു ആഗ്രഹിക്കുന്നത്. ആ ഒരൊറ്റ സ്നേഹം കൊണ്ടാണ് യേശു കർത്താവ് ഇന്നും വരാതിരിക്കുന്നത്. സ്തോത്രം. ആ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ ദീർഘക്ഷമ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ദീർഘക്ഷമയ്ക്കും ഒരു എൻഡ് ഉണ്ടെന്ന് മറന്നു പോകരുത്. നീ എന്ന് മരിച്ചു വീഴുന്നു അന്നത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. പിന്നെ നിനക്കൊരു സഭയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ദൈവദാസനെ വിളിച്ച് പ്രസംഗം കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ കർത്താവേ എന്നൊന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി. ആ വരവിലാണ് പാപം ചെയ്തവർ നരകത്തിലോട്ടും നന്മ ചെയ്തവർ, ദൈവത്തിന്റെ വചനമനുസരിച്ചവർ, അവർ നിത്യതയിലോട്ടും കടക്കുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5:28 പറയുകയാണ്, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേട്ടു. സ്തോത്രം. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ ആസ്പദമാക്കി പറയുകയാണ്. യേശു കർത്താവ് രണ്ടാമതും ഇറങ്ങി വരുമ്പോൾ മരിച്ചു കിടക്കുന്നവരും യേശുവിന്റെ ശബ്ദം കേൾക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്നവര് ഇന്ന് ഭയത്തോടെ കേൾക്കണം. ഒരു ക്രിസ്തീയ ലൈഫ് തുടങ്ങുന്നത് നിന്റെ ശവക്കുഴിക്കകത്താണെന്ന് മറന്നു പോകരുത്. നീ മരിച്ചു കിടന്നാല് ഇറങ്ങി വരുന്ന കർത്താവിന്റെ ശബ്ദം നീ കേൾക്കും. അവൻ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ കണ്ണ് വെട്ടിച്ച് ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ലോകത്തല്ല പരലോകത്തും കഴിയത്തില്ലെന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വാക്യം 29. നന്മ ചെയ്തവൻ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഓഹോ, എത്ര പേരുടെ ഹൃദയത്തിൽ അതൊരു ഭയം തോന്നുന്നുണ്ട്. ചത്തുകിടക്കുന്ന നിന്റെ ചെവിക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് നിന്നെ അവൻ എഴുന്നേൽപ്പിക്കുമ്പോൾ നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കവൻ ജീവൻ തരും. നീ അവനെ തൻ്റെ മണവാട്ടി സഭയായി 1000 ആണ്ട് വാഴുവാൻ നിന്നെ നിത്യതയിലോട്ട് അവൻ എടുത്തോണ്ട് പോകും. അതല്ല, തിന്മ ചെയ്യുന്നവനാണെങ്കിൽ അവൻ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തിന്മ ചെയ്യുന്നവന് ന്യായവിധിയുണ്ട്. അത് കർത്താവിന് രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആത്മാവ് രക്ഷപ്പെടുവാൻ വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നിന്ന് സംസാരിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കേണ്ടത് ഈ ഒരു കെയർ ഓഫിലായിരിക്കണം. മരിച്ചാലും തമ്പുരാൻ എൻ്റെ അടുത്ത് ഇടപെടുമെന്നൊരു ബോധ്യത നിങ്ങൾക്കുണ്ടാകട്ടെ. ഇവിടെ വചനം പറയുന്നത് കല്ലറയ്ക്കകത്തുനിന്ന് അവൻ നിന്നെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴു തിന്നുപോയ നിന്റെ ശരീരം, മണ്ണിൻ്റെ അകത്ത് അളിഞ്ഞുപോയ നിന്റെ ശരീരത്തെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഇരിക്കുന്ന ശരീര രൂപവുമാക്കി അവൻ നിന്നെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കും. എന്നിട്ടാണ് ദൈവം ചെയ്യുന്നത്, നീ പാപിയായിട്ടാണ് മരിച്ചതെങ്കിൽ അവൻ നിന്നെ ന്യായവിധിക്ക് വേണ്ടി പറഞ്ഞുവിടും. എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിന് അധികാരിയായി ദൈവം നിന്നെ അതിൻ്റെ അകത്ത് തള്ളിയിടും. എന്നാൽ നീതി ചെയ്തവർ, വചനമനുസരിച്ച് ജീവിച്ചവർ ദൈവത്തിൻ്റെ ജീവനായി അവൻ്റെ കൂടെ എടുക്കപ്പെടും. ഇന്ന് പകൽക്കാലം നിങ്ങൾ തീരുമാനിക്കണമേ, എൻ്റെ കർത്താവ് നാളെ വന്നാൽ ഞാൻ അവൻ്റെ കൂടെ പോകണമോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ടെൻഷൻ വേണ്ട. ഞാൻ ഒത്തിരി പാപം ചെയ്ത് ജീവിച്ച ആളാണല്ലോ, നോ പ്രോബ്ലം. ഇന്ന് പാൽക്കാലം ഒന്ന് മാനസാന്തരപ്പെടാൻ പറ്റുമോ? കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ തെറ്റ് പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്കണമെന്നൊന്ന് പറയാമോ? സ്തോത്രം. എന്നാൽ നിന്നെ തിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും.